RS ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പറങ്കിപ്പടയെക്കുറിച്ചാണ്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പറങ്കിപ്പടയെക്കുറിച്ചാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന ഒരു തംബ്നെയിൽ ഇടാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും മികച്ച ഒരു സ്ക്വാഡ് ഡെപ്തും അതേപോലെ തന്നെ റോബർട്ടോ മാർട്ടിനസ് എന്ന് പറയുന്ന ഒരു കോച്ചും അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ക്യാപ്റ്റനും അണിനിരക്കുന്ന ഒരു എന്താ പറയുക, ഒരു ബിഗ് സ്ക്വാഡ്. അവർക്ക് സ്ക്വാഡ് ഡെപ്ത് നോക്കിയാലും അവരുടെ ബെഞ്ച് നോക്കിയാലും അവരുടെ പ്ലെയേഴ്സിൻ്റെ ഫോം നോക്കിയാലും കിടിലം ആ ഒരു സീസണിലാണ് കടന്നു പോയിരിക്കുന്നത്. കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, ലാ ലീഗിലായിക്കോട്ടെ, അവരുടെ പ്ലെയേഴ്സ് കളിക്കുന്ന, പോർച്ചുഗലിൻ്റെ പ്ലെയേഴ്സ് കളിക്കുന്ന PSG എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു മിന്നും സ്ക്വാഡാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വാഡും വെച്ചിട്ട് നേടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതിലാണ് ഞാൻ ആ ഒരു തംബ്നെയിൽ ഇട്ടത്. എന്താ റീസൺ എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ അവസാനത്തും 6ാമത്തെയുമായ വേൾഡ് കപ്പാണ്. 5 വ്യത്യസ്ത വേൾഡ് കപ്പിൽ ഗോളടിച്ച താരമെന്ന റെക്കോർഡ് 8 ഗോളുകളാണ് ചങ്ങായിയുടെ പേരിൽ ഇതുവരെ ഉള്ളത്. പറങ്കിപ്പടയുടെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്തും ഒരു കുറവ് പോലും കാണാൻ പറ്റാത്ത, അതും മിഡ്ഫീൽഡിലായിക്കോട്ടെ, അറ്റാക്കിങ്ങിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, ഗോൾ കീപ്പറിലായിക്കോട്ടെ, അതേപോലെ ബെഞ്ച് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാലും കിടിലൻ അതേപോലെ തന്നെ ഈ ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ, അവരെ വേൾഡ് കപ്പിൻ്റെയൊക്കെ നല്ല എന്താ പറയുക, നമുക്ക് ബെൽജിയത്തിന് നമുക്ക് ഒരു ഫുട്ബോളിൻ്റെ ഇതിൽ കാണിച്ചു തന്ന ഒരു കോച്ച് കൂടിയാണ്. കഴിഞ്ഞ വർഷം റൊണാൾഡോയെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചങ്ങായിക്ക് മനസ്സിലായിട്ട്, പക്ഷേ ഇപ്രാവശ്യം കോച്ച് മാറിയിരിക്കുകയാണ് പോർച്ചുഗലിൻ്റെ. അപ്പോൾ റൊണാൾഡോ ആയിരിക്കും ഒരു സ്ട്രൈക്കർ റോളിലിരുന്ന് ഫുൾ ടൈം കളിക്കുകയോ ഇനിയിപ്പോൾ സൂപ്പർ സബായിട്ടാണ് ഇറങ്ങുകയെന്നൊന്നും പറയാൻ പറ്റില്ല. കിടലിന് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വേറെ റാമോസും ലിയോയും അങ്ങനെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ റൊണാൾഡോ ഇല്ലാതെ സ്റ്റാർട്ടിംഗ് 11 സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അങ്ങനെ പോർച്ചുഗലിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ 1966-ലോ 60-കളിലോ 66-ലോ എങ്ങനെയാണ് അവർ വേൾഡ് കപ്പിൽ 3rd പ്ലേസ്. ഇതാണ് അവരുടെ ഏറ്റവും വലിയ വേൾഡ് കപ്പിൻ്റെ എന്താ പറയുക, വേൾഡ് കപ്പിൽ അവർ ഏറ്റവും മുന്നിലെത്തിയിട്ടുള്ളൊരു സംഭവം. അതിനുശേഷം സെമി ഫൈനലോ അല്ലെങ്കിൽ ഒരു ഫൈനലോ അങ്ങനെയൊന്നും എത്തിയിട്ടില്ല. അതേപോലെ ഇതൊരു വേൾഡ് കപ്പ് അടിച്ചിട്ടുള്ള ആകെ കന്യ വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് പോർച്ചുഗൽ പട. ഇതിനു മുമ്പ് ഫിഗോയും അതേപോലെ ഒരുപാട് ലെജൻഡുകൾ കളിച്ചിട്ടുണ്ട് പോർച്ചുഗലിന് വേണ്ടി. പക്ഷേ എവിടെയും ഡക്കോയൊക്കെ കളിച്ച സമയത്ത് എവിടെയും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ വേണ്ടി വന്നു അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അവരുടെ രാജ്യത്തിൻ്റെ ട്രോഫിയുടെ ഷെൽഫുകളിൽ 3 ട്രോഫികൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു യൂറോ കപ്പും 2 നാഷണൽസ് ലീഗുകളും. ഇനി ഒരു സ്പേസ് കൂടിയാണ് ബാക്കിയുള്ളത്. അത് വേൾഡ് കപ്പ് എന്ന ആ സ്വർണ്ണ കിരീടത്തിലേക്കുള്ളതാണ്. അത് ഇപ്രാവശ്യം നേടിയിട്ട് ആ ഒരു ട്രോഫി ഫില്ല് ചെയ്യോ അതോ ആ ഒരു ട്രോഫിയുടെ ഭാഗത്ത് ശൂന്യത തുടരുകയോ എന്നുള്ളതാണ് നമ്മൾ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഈ സീസണോട് കൂടിയിട്ട് ചിലപ്പോൾ റൊണാൾഡോയ്ക്ക് തൊട്ട് തന്നെ ബ്രൂണോ ഫെർണാണ്ടോ സിൽവ അങ്ങനെ ഒരുപാട് താരങ്ങൾ പടിയിറങ്ങും. പിന്നെ പുതിയൊരു പോർച്ചുഗലിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പോർച്ചുഗീസ് സ്ക്വാഡ് അനൗൺസ് ചെയ്തപ്പോൾ നമ്മളെയൊക്കെ ഒരുപോലെ സന്തോഷിപ്പിച്ചതും സങ്കടത്തിലാക്കിയതുമായ ഒരു കാര്യമായിരുന്നു ഡിയോഗോ ജോട്ടെ എന്ന് പറയുന്ന പേര്. എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട പറഞ്ഞതാണ് ചങ്ങായി. ഈ ചങ്ങായി ഉണ്ടെങ്കിൽ ഇപ്പോൾ റൊണാൾഡോയ്ക്ക് ശേഷം ആദ്യമായിട്ട് സ്ക്വാഡിൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി തന്നെയായിരിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അത്രമാത്രം പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലെയർ ആയിരുന്നു. നമ്പർ 9 റോളിലും അതേപോലെ തന്നെ വിങ്ങുകളിലും കളിക്കാൻ വേണ്ടിയിട്ട്, ഗോളടിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പോർച്ചുഗലിന് റൊണാൾഡോയ്ക്കൊപ്പം കളിക്കാനുള്ളൊരു എന്താ പറഞ്ഞാൽ, ഈ ചങ്ങായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ വേൾഡ് കപ്പ് അടിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടപ്പിറപ്പുകളായിട്ടുള്ള എന്താ പറയുക പോരാളികൾ ജോട്ടയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ ഒരു പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഈ ഒരു സ്വർണ്ണ കിരീടം സ്വന്തമാക്കാൻ ആത്മാർത്ഥമായി മനസ്സും ശരീരവും കൊടുത്ത് കളിക്കുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അവരുടെ സുഹൃത്തുക്കൾ ഓരോ പേരും എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗലിൽ ഇവിടെ പറയാൻ പോകുന്ന റൊണാൾഡോയ്ക്കും ജോട്ടയ്ക്കും വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പോർച്ചുഗൽ പട ഒരുങ്ങി കളിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, അവർ ഒരു ടീമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ ചിലപ്പോൾ ഈ ലോകകപ്പിൽ ആർക്കും കഴിയില്ല എന്നുള്ള കാര്യത്തിൽ അത്രയും സ്ക്വാഡ് ഡെപ്തും അതേപോലെ തന്നെ ആ ഒരു ഫോമും, എല്ലാ പ്ലെയേഴ്സിൻ്റെ ഫോമും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു സ്ക്വാഡ് ഒരേ മനസ്സോടുകൂടി ആത്മാർത്ഥതയോട് കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫൈനലിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പോർച്ചുഗൽ ഫാൻസിന് ഞാൻ ഇവിടെ ഉറപ്പ് തരണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അത് നടക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് ഇടയിൽ കുറേ വെല്ലുവിളികളും കാര്യങ്ങളുണ്ട്. പണ്ടത്തെ പോലെ 7 കളി കളിച്ചാൽ പോരെ, 8 കളി കളിക്കണം. അത് തന്നെ ഈ സീസണിൽ ആദ്യ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ റൗണ്ട് ഓഫ് 16 അല്ല വരുന്നത്, റൗണ്ട് 32 ഉണ്ട്, അതിനുശേഷം 16 ഉണ്ട്, അതിനുശേഷം പ്രീ ക്വാർട്ടർ ഉണ്ട്, അതിനുശേഷം ക്വാർട്ടർ വരുന്നുണ്ട്, അതിനുശേഷം സെമി ഫൈനൽ, അങ്ങനെയാണ് 8 മത്സരങ്ങൾ കളിക്കേണ്ടി വരും, ഗ്രൂപ്പ് റൗണ്ട് അടക്കം.
കെ ഗ്രൂപ്പിൽ നിന്നാണ് പോർച്ചുഗൽ വരുന്നത്. പോർച്ചുഗലിൻ്റെ കൂടെ തന്നെ ലാറ്റിൻ അമേരിക്കൻ ശക്തിയായ കൊളംബിയയും അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ, ആദ്യ വേൾഡ് കപ്പിന് ഇറങ്ങുന്ന ഉസ്ബെക്കിസ്ഥാനും കോങ്കോയാണ് ഉള്ളത്. കോങ്കോ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വേൾഡ് കപ്പിന് വരുന്നത്. അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കന്നി വേൾഡ് കപ്പിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉസ്ബെക്കിസ്ഥാനും കോങ്കോ ഒന്നും പോർച്ചുഗലിന് ഒരു വിഷയമാവില്ല എന്നുള്ള കാര്യം. പക്ഷേ കൊളംബിയ അവർ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു മികച്ച ടീമിനെയാണ് ഇറക്കുന്നത്. പരിചയസമ്പന്നനായ റോഡ്രിഗസ് നയിക്കുന്ന പട്ടാളത്തിൽ അവർക്ക് ലൂയിസ് ഡിയാസ് എന്ന അതുപോലെ ഒരുപാട് പ്രഗത്ഭരായ താരങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും പോർച്ചുഗലിന് ഒന്നാം സ്ഥാനക്കാരായിട്ട് ഗ്രൂപ്പ് ഘട്ടം കടക്കണമെങ്കിൽ ഈ ഒരു മത്സരം, കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മത്സരം, ഇതിലാരായിരിക്കും വിജയിക്കുക? അവരായിരിക്കും ഒന്നാം സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവുക. അപ്പോഴും വെല്ലുവിളികൾ വേറെ ഒരുപാടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് ഫിക്ചർ വന്ന മുതൽ പറയാണ് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ മത്സരം വരാൻ ഏറെക്കുറെ ചാൻസുകളുണ്ട്. എന്താ പറഞ്ഞാൽ രണ്ട് ടീമുകളും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് വരികയാണെങ്കിൽ അവർ റൗണ്ട് 32-ഉം 16-ഉം പ്രീ ക്വാർട്ടറും കഴിഞ്ഞ് ക്വാർട്ടറിൽ എത്തുകയാണെങ്കിൽ, ക്വാർട്ടറിൽ എത്താതെ ഇരിക്കുന്നില്ല, രണ്ട് ടീമുകളും പടുകൂറ്റ സ്കോഡാണ്. അപ്പോൾ സെമി ഫൈനലിൽ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം, റൊണാൾഡോ വേഴ്സസ് മെസ്സി മത്സരം കാണാൻ വേണ്ടി കാത്തിരിക്കേണ്ടത്. എന്താ പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സ്തംഭിക്കുന്ന ദിവസമായിരിക്കും. അതേപോലെ തന്നെ ഈ റൈറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയുക, ലക്ഷങ്ങൾക്ക്, അത് വാതുവെപ്പുകാരുടെയൊക്കെ അങ്ങനെ എന്താ പറയുക ഒരു ദിവസം നിശബ്ദമാവും ഫുട്ബോളിന് മാത്രമായിട്ട് സ്തംഭിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ രണ്ട് ടീമും ഗ്രൂപ്പ് ജേതാക്കളായിട്ട് റൗണ്ട് 32-ഉം റൗണ്ട് 16-ഉം പ്രീ ക്വാർട്ടറും കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നുള്ള കാര്യത്തിൽ ആ മത്സരം വരാൻ പോകുന്നത് ജൂലൈ 11-ാം തീയതിയാണ്. ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് ഗ്രൂപ്പിൽ അവസാനിക്കുന്നതെങ്കിൽ ഇവർ പ്രീ ക്വാർട്ടറിൽ തന്നെ നമുക്ക് ആ ഒരു ക്ലാസിക് മത്സരം കാണാൻ പറ്റുന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ തേർഡ് അങ്ങനെ ഒന്നും വരില്ല എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മൂന്നാം സ്ഥാനക്കാരായിട്ടൊന്നും ഒരിക്കലും രണ്ട് ടീമും ഫിനിഷ് ചെയ്യാൻ ചാൻസില്ല. അങ്ങനെ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് റൗണ്ട് 32-ൽ തന്നെ ഏറ്റുമുട്ടും. ഇനിയിപ്പോൾ ഒരു ടീം ഒന്നാം സ്ഥാനക്കാരും ഗ്രൂപ്പ് ജേതാക്കളായിട്ടും രണ്ടാം സ്ഥാനക്കാരായിട്ടും മറ്റൊരു ടീമും വരികയാണെങ്കിൽ അത് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ മാത്രമാണ് ഈ അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ മത്സരം. അപ്പോൾ എന്തായാലും ഒരു കളി ഉറപ്പാണ്. അതിൽ ആരാണ് മറികടക്കുന്നത് അവരായിരിക്കും ഫൈനലിൽ മിക്കവാറും ഒരു ബർത്ത് ഉറപ്പിക്കാൻ പോകുന്നത്. അതിപ്പോൾ പോർച്ചുഗൽ ആയിക്കോട്ടെ അർജന്റീന ആയിക്കോട്ടെ ആരാന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പോർച്ചുഗൽ ഫാൻസും അർജന്റീന ഫാൻസും ഇവിടെ കമോൺ. മെസ്സിയും റൊണാൾഡോയും അരങ്ങ് വാഴാൻ തുടങ്ങിയ ശേഷം അവർ തമ്മിൽ വേൾഡ് കപ്പിൽ ഒരു മത്സരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് 2011 ഇവർ തമ്മിൽ ഫ്രണ്ട്ലി മത്സരത്തിൽ 2-1 ആദ്യ മത്സരം അർജന്റീന വിജയിച്ചപ്പോൾ രണ്ടാം മത്സരം പോർച്ചുഗലിന് വിജയം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിന് വേണ്ടിയായിരിക്കും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകളും അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റും അതേപോലെ തന്നെ പരസ്യങ്ങളും എല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരൊറ്റ മത്സരം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഫൈനലിലാണെങ്കിൽ അത് ഏറ്റവും ഉത്തമം, പ്രീ ക്വാർട്ടറിനെക്കാളും മികച്ചത് ഫൈനലിലാവട്ടെ എന്നാണ്. ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും അത് ചിലപ്പോൾ നടക്കാം. അർജന്റീന രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ പോർച്ചുഗൽ രണ്ടാം സ്ഥാനം ആയി കഴിഞ്ഞാൽ ഒരു ടീം ഒന്നാം സ്ഥാനം ആയി കഴിഞ്ഞാൽ അങ്ങനെ നടക്കും. അങ്ങനെ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോ എന്താ പറഞ്ഞാൽ അതിൽ ഗോട്ട് ആരാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇതും കൂടിയാണ് വരാൻ പോകുന്നത്. എന്താ പറഞ്ഞാൽ മെസ്സി അങ്ങനെ രണ്ടാം വേൾഡ് കപ്പ് സ്വന്തമാക്കണമെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക ഒന്നും പറയാനില്ല. അവിടെ ഇനി ഒരു ഗോട്ടിൻ്റെ തർക്കം ഉണ്ടാവില്ല എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ എങ്കിൽ വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നതിൽ ഒന്നായി വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നതിൽ. അപ്പോൾ പിന്നെ ഫാൻ ഫൈറ്റുകൾ പിന്നെ വീണ്ടും തുടരും എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏകദേശം കാലം അവസാനിച്ചു എന്ന് പറയും. ഈ വേൾഡ് കപ്പോട് കൂടിയിട്ട് ഈ രണ്ട് മഹാരഥന്മാരുടെ കളി കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം വല്ലാതെ അലട്ടുന്ന ഒരു കാര്യമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പോട് കൂടിയിട്ട് തന്നെ വിരമിക്കേണ്ടായിരുന്നു. പിന്നെയും ഒരു വേൾഡ് കപ്പിനുള്ള ആ ഒരു ഫിസിക്കാലിറ്റിയും മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും രണ്ടാളും റൊണാൾഡോയ്ക്ക് അവിടെ 1000 ഗോൾ തയ്ക്കണം, മെസ്സിക്ക് അവരുടെ ടീമിൻ്റെ കൂടെ കുറച്ച് കാലം കൂടി അർജന്റീനയുടെ നീലയും വെള്ളയും കുപ്പായത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൾ ഇന്റർ മിയാമിക്ക് കയറിയത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ഗോട്ടുകളുടെ തർക്കം നമ്മളുടെ ഇനി മക്കളിലും അതേപോലെ തന്നെ എന്താ പറയുക ഇപ്പോഴും. അപ്പോൾ ഇവരുടെ സ്ക്വാഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇവരുടെ മിഡ്ഫീൽഡ് തന്നെ. അത് എന്നെ മാത്രമല്ല ഒരുപാട് പേര്. എന്താ പറഞ്ഞാൽ വിറ്റിനയും അതേപോലെ തന്നെ ജോവൻ നവാസും അതേപോലെ തന്നെ ബെർണാർഡോ സിൽവയും ബ്രൂണോ ഫെർണാണ്ടസും അടങ്ങുന്ന എന്താ പറയുക മാന്ത്രികത എന്ന് പറയില്ല, അതാണ് PSG വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചങ്ങായിമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ രണ്ടാൾ നവാസും അതേപോലെ തന്നെ വിറ്റിനിയും അതേപോലെ തന്നെ ബെർണാർഡോ സിൽവ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കിടലൻ, അതുപോലെ ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് കിടലൻ ഫോം. ഈ സീസണിൽ 21 അസിസ്റ്റുകൾ നേടിയിട്ട് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ താരമായി മാറിയിരിക്കുകയാണ് ചങ്ങായി. മൈക്കൽ കാരിക്കിൻ്റെ കീഴിൽ കിടിലം പെർഫോമൻസാണ്. അതേപോലെ തന്നെ പോർച്ചുഗൽ ടീമിൻ്റെ ഒരു അഭിവാദ്യങ്ങളാണ്. ഈ ചെങ്ങായും റൊണാൾഡോയും കൂടിയുള്ള കോംബോ ഒന്ന് വർക്ക് ചെയ്ത് കിട്ടിയാൽ പോർച്ചുഗലിനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം സംശയമാണ്. അവർ തമ്മിൽ പലപ്പോഴും ആ ഒരു കോംബോയിൽ രണ്ടുപേരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് വർക്കൗട്ട് ആവില്ലായിരുന്നു. അത് ആയിക്കഴിഞ്ഞാൽ അവരെ പിടിച്ച് കിട്ടാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ഡിഫൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസിലും ഒരുപാട് കാൻസലോ, റോബിൻ ഡിയാസ്, ന്യൂനോ മെൻഡസ് എന്ന് പറഞ്ഞാൽ PSG വേണ്ടി എന്താണ് കാട്ടിയിരിക്കുന്നത് നമുക്ക് അറിയാലോ.
2 ചാമ്പ്യൻസ് ലീഗ് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് അടിച്ചാണ്. അതേപോലെ തന്നെ ഡലോട്ട്, ന്യൂനസ്, സെമഡോ, വൈഗ, അങ്ങനെ കിടിലൻ ഒരു ഡിഫൻസും ഉണ്ട്. അതേപോലെ തന്നെ അറ്റാക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ റൊണാൾഡോ, റാമോസ്, ഫെലിക്സ്, പെട്രോനാറ്റോ, അതേപോലെ തന്നെ ലിയോ, ഫ്രാൻസിസ്കോ. എന്താ പറയുക, ഇതിൽ കൂടുതൽ ഇനി ബെഞ്ചിൽ ഇനി ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കണ്ടോ. ബെഞ്ചിൽ ഒരു ലോഡ് ആൾക്കാർ ഇരുന്നിട്ടാണ് ഈ ഒരു സ്ക്വാഡിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്രയും സന്തുലിതമായ ഒരു സ്ക്വാഡ് കൊണ്ടാണ് റൊണാൾഡോയുടെ പറങ്കപ്പെട വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ വേൾഡ് കപ്പിൽ റൊണാൾഡോ ഫാൻസ് വേൾഡ് കപ്പിന് ചുരുങ്ങിയതൊന്നും ഇതിൽ ഒരു സെമി ഫൈനലോ ഒരു ഫൈനലോ എന്നല്ല, കപ്പിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കില്ല. അപ്പോൾ നാളെ പുതിയൊരു ടീമുമായി വീണ്ടും കാണാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ, വേൾഡ് കപ്പ് ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.